എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്താനാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഫസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് നല്ലൊരു ബോട്ടിലാണ്. ബോട്ടിലിൻ്റെ ഷേപ്പ് അനുസരിച്ചിരിക്കും നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഭംഗി. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ലൈനറാണ്. ഇത് ഗ്ലാസ് ലൈനറാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുക. ഞാൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ഈ വരക്കുന്നത് ഗ്ലാസ് ലൈനർ ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ മാർബിൾ ബോട്ടിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാനിത് വെറുതെ ഒന്ന് വരച്ചും ഒന്ന് വേറൊരു മോഡലാക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് വരച്ചെടുത്തിട്ട് വരാം. ഇതവിടെ ബോട്ടിലിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ളൂ. ഇത് ഫുള്ളായിട്ട് വരച്ച് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ വരച്ച് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി ആവശ്യമായിട്ടുള്ളത് വൈറ്റ് സിമെൻ്റ് ആണ്. കുറച്ച് വൈറ്റ് സിമെൻ്റ് ഒരു ബൗളിൽ എടുത്തിട്ട് നമുക്കൊന്ന് കലക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് കലക്കി കൊടുത്തിട്ട് ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഈ ഡിസൈൻ ഞാൻ കൊടുത്തത് വൈറ്റ് കളറിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഞാനിതിന് കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതിന് കുറച്ചും കൂടെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. മെറൂൺ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റൗണ്ട് ഗ്ലാസ് പെയിൻറ്റ് ഫുള്ളായിട്ട് ഈ ബോട്ടിലിനൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബോട്ടിൽ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് റൗണ്ടും കൂടെ ഗ്ലാസ് പെയിൻറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചുറ്റിച്ചെടുക്കുക. അങ്ങനെ നമുക്ക് എത്ര ആവശ്യമെന്നനുസരിച്ച് ബോട്ടിൽ ഫുള്ള് കവർ ചെയ്യുന്ന വിധത്തിൽ നമ്മളൊന്ന് ചുറ്റിച്ചെടുക്കുക. ബോട്ടിൽ വീഡിയോ കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ അവസാനമുള്ളൊരു വീഡിയോ നമ്മൾ മിസ്സായിപ്പോയി. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഇത്രയും ഭാഗം എത്തിയതിന് ശേഷം നമ്മൾ ഒരു റൗണ്ടും കൂടി വൈറ്റ് സിമെൻറ്റ് കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലാണ് നമ്മൾ അവസാനത്തെ ആ ഫിനിഷിങ് ബോട്ടിൽ കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് ഒരു നൂല് ചുറ്റി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വാർണിഷ് അടിക്കാത്ത മാർബിൾ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കുറച്ച് വൈറ്റ് സിമെൻറ്റും കുറച്ച് ഗ്ലാസ് പെയിൻറ്റും കൂടെ ഉണ്ടായാലും മതി. നിങ്ങൾ ഗ്ലാസ് ലൈനറിൻ്റെ ഡിസൈൻ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഓരോ എക്സ്പെരിമെൻ്റ് ഇങ്ങനെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്ന് ഫൈനലി എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ മാർബിൾ ബോട്ടിൽ മാത്രമായിട്ട് ഉണ്ടാക്കി നോക്കിയാലും മതി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, സീ യു, ടേക്ക് കെയർ.